അസ്സലാമു അലൈക്കും. 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് അപേക്ഷാ നടപടികൾ തുടങ്ങിയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂൺ 22 മുതൽ ജൂലൈ 20 വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. ചില അപ്ഡേഷനുകൾ കൂടി വരാൻ സാധ്യതയുള്ളതിനാൽ അപേക്ഷിക്കുന്നവർ അല്പം കൂടി വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ പുതിയ അപ്ഡേഷൻ പ്രകാരം കഴിഞ്ഞ വർഷം വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്നവരിൽ നിന്ന് മുൻനിരയിലുള്ള 20% ആളുകൾ ഈ വർഷം അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2026 ഹജ്ജിന് 27,118 ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് അപേക്ഷിച്ചത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 8,530 ആളുകൾക്ക് അവസരം ലഭിച്ചു. പിന്നീട് വന്ന ഏകദേശം 20ഓളം വെയിറ്റിംഗ് ലിസ്റ്റുകളിൽ നിന്നായി 5,608 ആളുകളെ കൂടി തിരഞ്ഞെടുത്തു. അങ്ങനെ ബാക്കി വരുന്ന 12,901 ആളുകൾ 2026 ഹജ്ജിന് അപേക്ഷിച്ചവരിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എന്നാൽ 2025 ഹജ്ജിന് അപേക്ഷിച്ചപ്പോൾ ആകെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 2,000ഓളം ആളുകൾ മാത്രമായിരുന്നു. അതിൽ 2026 അപേക്ഷ കൊടുത്ത എല്ലാവർക്കും നറുക്കെടുപ്പില്ലാതെ തന്നെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷം 12,900 ആളുകൾ ബാക്കിയുള്ളതുകൊണ്ടായിരിക്കാം 20% മുൻനിരയിലുള്ളവർക്ക് മാത്രം മുൻഗണന ലഭിക്കുന്നത്. അതിനാൽ കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റുകാർ ഈ വർഷം അപേക്ഷിക്കുകയാണെങ്കിൽ ജനറൽ, ബാക്ക്ലോഗ്, WL എന്ന കാറ്റഗറിയിൽ അവരുടെ കവർ നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ആ കാറ്റഗറിയിൽ അപേക്ഷിക്കാം. അഥവാ കവർ നമ്പർ ഇല്ലെങ്കിൽ അവർ ജനറൽ കാറ്റഗറിയിൽ തന്നെ അപേക്ഷിക്കേണ്ടി വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, വെയിറ്റിംഗ് ലിസ്റ്റുകാർ അപേക്ഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ മാത്രമേ അതിൽ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് പുതിയതായി ഒരാളെയും അതിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെ വന്നാൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതല്ല. എന്നാൽ അവരിൽ നിന്ന് ഒരാൾ ഒഴിവാകുകയാണെങ്കിൽ അത് പ്രശ്നമാവില്ല എന്നും മനസ്സിലാക്കണം. കിട്ടിയ വിവരം അനുസരിച്ച് കഴിഞ്ഞ വർഷം വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5,608 മുതൽ 8,204 വരെ സീരിയൽ നമ്പറുകാരിൽ നിന്ന് ഏകദേശം 2,596 ആളുകൾക്ക് മുൻഗണന ലഭിക്കാൻ ആണ് സാധ്യത. ആഗ്രഹിച്ച എല്ലാവർക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.